ഹായ്. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസിനെ പറ്റിയും മുൻപ് യൂസ് ചെയ്ത് എനിക്ക് ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസിനെ പറ്റിയുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ സൺസ്ക്രീൻസിന്റെ ആ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ആ പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് സൺസ്ക്രീൻ ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇസ് നോൺ നെഗോഷ്യബിൾ. മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു ബിഹേവിയറും ഒരു ടെക്സ്ചറും പിന്നെ അതിന്റെ ഒരു എന്താ പറയാ ഗ്ലോയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരൊറ്റ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഐ വുഡ് റെക്കമെൻഡ് എ സൺസ്ക്രീൻ. സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ സ്കിന്നിലുള്ള ആക്നയുടെ ഇഷ്യൂസ് പോലും കുറേയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. സോ സൺസ്ക്രീൻ നോൺ നെഗോഷ്യബിൾ ആണ്. ഏത് ദിവസമാണെങ്കിലും വെദർ ഇറ്റ് ഇസ് റെയിനി, സണ്ണി, ക്ലൗഡി എന്നാണെങ്കിലും സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കണം, ബോഡിയിലും അപ്ലൈ ചെയ്തിരിക്കണം. വെദർ യു ആർ ഇൻഡോസ് ഓർ ഔട്ട്ഡോസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും സൺസ്ക്രീൻ ഇട്ടിരിക്കണം. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും ഇല്ലെങ്കിലും ബ്രഷ് ചെയ്യുമല്ലോ, അതേപോലെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഏത് ദിവസമാണെങ്കിലും സൺസ്ക്രീൻ നമ്മൾ കമ്പൽസറി ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ സ്ക്രീൻസ് യൂസ് ചെയ്യുമല്ലോ, TV, കമ്പ്യൂട്ടർ, ഫോൺസ്. അപ്പൊ അതിനെല്ലാം ഈ റേഡിയേഷൻസ് നമ്മുടെ മുഖത്തൊക്കെ അടിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ജനൽ വഴിയും ഈ പുറത്തുനിന്നുള്ള സൂര്യന്റെ രശ്മികൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഒരു 50 കൂടുതലുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഈ സൺസ്ക്രീനിന്റെ ബോട്ടിലിൽ PA+++ എന്നൊക്കെ എഴുതിയിരിക്കും. ഈ PA എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഗ്രേഡ് അഗൈൻസ്റ്റ് UV റേസ് ആണ്. അത് പ്ലസ് ഒക്കെ ആണെങ്കിൽ വെരി ലോ, മോഡറേറ്റ് എന്നൊക്കെയാണ്. പ്ലസ് 3 പ്ലസും 4 പ്ലസും ഉള്ളതാണ് എപ്പോഴും നമുക്ക് ഒരു ഹയസ്റ്റ് ഗ്രേഡ് ഓഫ് പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും പിന്നെ UVA UVB പ്രൊട്ടക്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു നല്ല സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന വിധം ഒരു 2 ഫിംഗർ റൂൾ ഉണ്ട്. അതായത് ഈ 2 വിരലിലായിട്ട് സൺസ്ക്രീൻ എടുത്തതിന് ശേഷം മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് മീൻസ് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യിക്കാനായിട്ട് ചെയ്യുന്നത് പോലെയല്ല, ഇങ്ങനെ സ്കിൻ കവർ ചെയ്യുന്ന രീതിയിൽ വേണം അതിനെ അപ്ലൈ ചെയ്യാൻ. നമ്മൾ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് അബ്സോർബ് ടു യുവർ സ്കിൻ, കുറെയൊക്കെ കയ്യിലൊക്കെ ആവും. പക്ഷേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സ്കിന്നിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നല്ലോണം നെക്ക് ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇടുകയാണെങ്കിൽ വീണ്ടും ഒരു 1-1.5 ഫിംഗർ സൺസ്ക്രീനോളം ഇവിടെയൊക്കെ തേക്കുക. ബോഡിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും സൺസ്ക്രീൻ ഇടണം, ചെവി മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന 4 സൺസ്ക്രീൻ കാണിച്ചു തരാം. അതിൽ 2 എണ്ണം ടിൻറ്റഡ് ആണ്. ഞാൻ പൊതുവേ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല, എനിക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ അറിയത്തില്ല. എൻ്റെ സ്കിന്നിനൊക്കെ കോംപ്ലക്ഷന് മാച്ച് ആവുന്ന ഫൗണ്ടേഷൻ ഒന്നും മെനക്കെട്ട് പിന്നെ അത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ വേറെ കളറാവും. എനിക്കതൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് മിക്ക ദിവസവും പുറത്തു പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം ആദ്യം ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ കാണിക്കാം. എൻ്റെ ഫസ്റ്റ് ടിൻറ്റഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് എസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ SPF 100 and PA+++ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇറ്റ് ഈസ് an all-in-one multi-defense tinted sunscreen. This one. So this is from ദുബായ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നാണ്. ആൻഡ് ഞാൻ കുളു മണാലിയിൽ ട്രിപ്പ് പോയപ്പോൾ ഞങ്ങളൊരു ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ട്രിപ്പായിരുന്നു. ആ ട്രിപ്പിൽ എൻ്റെ കൂടെ ദുബായിന്ന് ട്രാവൽ ചെയ്ത് വന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. ആൻഡ് അവരിത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് ഗുഡ് ഫീഡ്ബാക്ക് അബൌട്ട് ദിസ് വൺ. സോ ഞാൻ അത് എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് മേടിപ്പിച്ചതാണ്. ഇതിന് നല്ല ഒരു ക്യുക്കമ്പറിന്റെ ഒരു സ്മെല്ലാണ്, ഭയങ്കര നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. നമ്മൾ ഭയങ്കര ഫ്രഷ് ആവും ഇത് പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ. ആൻഡ് ഇത് നല്ലൊരു വാട്ടറി ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. ആൻഡ് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇട്ടതുപോലെ ഒരു കേക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗോ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നല്ലതാണ്. സോ ഇത് ഒരു അത്യാവശ്യം നല്ല കവറേജ് തരുന്നുണ്ട്. ഇത് ഇട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും, അതായത് എന്താ പറയാ, ചില തരുമ്പോൾ നമുക്ക് മുഖത്തൊരു ബേണിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ഓയിലി ആവും മുഖം, അങ്ങനെയൊന്നുമില്ല. ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലിംഗും ഇസ് വെരി ഗുഡ്. സോ ഇതെന്റെ ഒരു ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. The next tinted sunscreen is from our own Indian brand Dot and Key. Dot and Keyയുടെ SPF 50 PA++++ 4+ ഉള്ള സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് നെയിം വന്നിട്ട് സാൻഡ് എന്നുള്ളതാണ്, സാൻഡ്. സോ ഈ സൺസ്ക്രീൻ അഗൈൻ ഒരു വാട്ടറി ടെക്സ്ചർ ആണ്. നല്ലോണം ഒരു ഫിനിഷ് തരും. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് എങ്ങാണ്ട് എനിക്കൊന്ന് കുറച്ച് നാൾ മുമ്പാണ് തോന്നുന്നു ഒരു ബ്രാൻഡിന്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഹൊറിബിൾ.
അതായത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വേർക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു എന്താ പറയാ ഒരു ചാലിട്ട് കീറിയതുപോലെ ഭയങ്കരമായിട്ട് അണീവനായി ഈ കവറേജ്. പക്ഷേ ഈ ഡോട്ട് ആൻഡ് കീ ഞാൻ ഒത്തിരി, ഇതിന്റെ സെക്കൻഡ് ഓർ തേർഡ് ബോട്ടിലാണ്, ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ഇന്റൻസ് ആയിട്ടുള്ള സമ്മേഴ്സിലും സ്വെറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറെ ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇതിങ്ങനെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് വെരി ഗുഡ്. ആൻഡ് ദിസ് വൺ കമ്മിങ് ഫ്രം എൻ ഇന്ത്യൻ ബ്രാൻഡ്, ഇറ്റ് ഹാസ് മേഡ് മീ പ്രൗഡ്. അത്രയ്ക്ക് നല്ലൊരു സൺസ്ക്രീൻ ആണ് ഇത്. ഐ വിഷ് ദേ ഹാഡ് മോർ ഷെയ്ഡ് റേഞ്ച്, ബട്ട് സ്റ്റിൽ ഇതെനിക്ക് ഓക്കെ ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇനി ഞാൻ പറയുന്നത് രണ്ടും ടിന്റഡ് അല്ലാത്ത സൺസ്ക്രീൻസ് ആണ്. ഇത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇടുന്നതാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രം ക്ലേക്കോ. ക്ലേക്കോയുടെ വാട്ടർ ജെൽ സൺസ്ക്രീൻ വിത്ത് പ്രോബയോട്ടിക്സ് ആൻഡ് സെറമൈഡ്സ്, SPF 50 PA++++. ഇത് ഒരു സെമി വാട്ടറി, കുറച്ചുകൂടെ തിക്കാണ്, ലൈക്ക് മോർ തിക്കർ, കുറച്ചുകൂടെ തിക്കാണ്, thicker than the previous one. അപ്പോൾ ഇത് ഈ സെറമൈഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഗിവ്സ് എ സോർട്ട് ഓഫ് എന്താ പറയുക ആഡ് ഓൺ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. നമുക്ക് ഇത് വീട്ടിലിട്ടിട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്ക് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൽ ജാപ്പനീസ് റൈസ് വാട്ടർ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിന്റെ ആഡിൽ എങ്ങാണ്ട് കണ്ടിരുന്നു. ബട്ട് എനിവേസ് ഈ പ്രോബയോട്ടിക്സ് ആൻഡ് സെറമൈഡ്സ് ആർ വെരി ഗുഡ് ഫോർ സ്കിൻ. സോ ഇത് ഇടുമ്പോഴത്തേക്കും നമുക്കൊരു ആഡഡ് ബെനിഫിറ്റ്സ് ആണ് സ്കിന്നിന് കിട്ടുക. ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ ഇടുമ്പോഴും എനിക്കത് വീട്ടിലിരിക്കുമ്പോൾ ഇടുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ആൻഡ് സ്കിന്നിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. പക്ഷേ തിക്ക് ആയതുകൊണ്ട് ഇറ്റ് ഡസൻ സിറ്റ് ഓൺ ദ സ്കിൻ അൺകംഫർട്ടബിളി, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നല്ലോണം അബ്സോർബ് ചെയ്യും, നല്ലതാണ്. ദെൻ വേറൊരെണ്ണം ഐ യൂസ് ഹൈഫന്റെ ദിസ് വൺ, ഹൈഫൻ. ക്ലേക്കോഡ് നേരത്തെ കണ്ടായിരുന്നോ? ദിസ് ഇസ് ദ ക്ലേക്കോ വൺ. ഓക്കെ, ഈ ഹൈഫന്റെ ഇത് ഈ സൺസ്ക്രീൻ ഇസ് SPF 50 PA++++, ആൻഡ് ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് ബ്ലെൻഡ്, ഹൈലറോണിക് ആസിഡ്, സിക്ക, chamomile, aloe. So it has got these lots of good ingredients for the skin. Hyaluronic acid, as you know, is a humectant. അപ്പം hyaluronic acid നമ്മുടെ മുഖത്തിടുമ്പോൾ it absorbs the moisture from around your being, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് it gives to your skin. സോ ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് നമ്മൾ മുഖത്തിടുമ്പോഴത്തേക്കും മൊത്തത്തിൽ ചുറ്റുമുള്ള മോയ്സ്ചർ എല്ലാം your skin will start drinking up. സോ നല്ല ഒരു മോയ്സ്ചറൈസിങ് ഏജന്റ് ആണ് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് നല്ല മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കൂടി തരും. ഇത് ഒരു അത് മൊത്തം തീർന്നു, ഏതാണ്ട് തീരാറായി. ഭയങ്കര വാട്ടറിയാണ്. അപ്പൊ സ്കിന്നിൽ ഭയങ്കര ലൈറ്റ് ആണ്, ശരിക്കും ഇടുമ്പോൾ നല്ല സുഖമാണ്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരും. ഇതാണ് ഹൈഫന്റെ സൺസ്ക്രീൻ ഇട്ടുള്ള ഫേസ്, നല്ലൊരു ഗ്ലോ ആണ്. ദ ഓൺലി പ്രോബ്ലം ദാറ്റ് ഐ ഫൗണ്ട് വിത്ത് ദിസ് പെർട്ടിക്കുലർ സൺസ്ക്രീൻ ഇസ് ഇറ്റ്സ് പാക്കേജിങ്. ഇതിന്റെ ഈ പാക്കേജിംഗ്, ഈ നോസൽ കേട്ടോ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ട് ഞാനിത് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. എവിടെ ഞാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ഇതിങ്ങനെ സ്പില്ല് ചെയ്ത് എന്റെ ബാഗിലൊക്കെ ആയിരുന്നു. സോ ഇത് എനിക്ക് തോന്നുന്നു ദ ബ്രാൻഡ് വിൽ പ്രോബബ്ലി ഫിക്സ് ദിസ് പാക്കേജിംഗ് ഇഷ്യൂ. ബട്ട് അതൊന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട്. അതർവൈസ് പ്രോഡക്റ്റ് വൈസ് ഇത് വളരെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതിന്റെ സെയിം ടെക്സ്ചർ ആണ് നമ്മുടെ വിഷ് കെയറിന്റെ സൺസ്ക്രീൻസിനും. വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ഇത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ ഉപയോഗിച്ചതാണ്. വളരെ നല്ല സൺസ്ക്രീൻ ആണ്. പിന്നെ ഫിക്സ് ഡെർമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ഉണ്ട്, ഒരു യെല്ലോ ട്യൂബ്, അതും ഭയങ്കര നല്ലതാ. ഇതൊക്കെ ഞാൻ സ്ഥിരമായി ഇങ്ങനെ വാങ്ങി മാറി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻസ് ആണ്. ആക്വലോജിക്ക, പിന്നെ ഹൈഫൻ, ദ വൺ ഐ ഷോഡ് യു ജസ്റ്റ് നൗ, ഫിക്സ് ഡെർമ, പിന്നെ വിഷ് കെയർ, പിന്നെ എന്റെ സിസ്റ്റർ ഡെർമ കോഡ് യൂസ് ചെയ്യും. ഷീ ലൈക്സ് ഇറ്റ് വെരി മച്ച്. ഞാൻ ഡെർമ കോഡ് അത്ര വലിയ ഫാൻ അല്ല, അത് ഭയങ്കര തിക്കാണ്. ഫോർ ഹെർ സ്കിൻ ഇറ്റ്സ് ഗുഡ്, ഫോർ മൈ സ്കിൻ എൻ്റെ കുറച്ചുകൂടെ ഓയിലി സ്കിൻ ആണ്. ഇറ്റ് ടെൻസ് ടു ഗെറ്റ് ഓയിലി ആസ് ദ ഡേ പ്രോഗ്രസസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ചുകൂടെ തിക്നെസ് കുറവുള്ള സൺസ്ക്രീൻസ് ആണ് എനിക്കിഷ്ടം. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻസ് നല്ലതാണ്, പൊതുവെ ഡോട്ട് ആൻഡ് കീയുടെ നല്ലതാണ്. വേറെ SPF ജ്യൂസ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, നമ്മുടെ ഫേ ബ്യൂട്ടിയുടെ ഭയങ്കര നല്ല സൺസ്ക്രീൻ ആണ്. ദ ഓൺലി പ്രോബ്ലം ഇസ് ഇറ്റ് ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഒരു 500 പ്ലസ് 800 ആ റേഞ്ച് ആണ്, പക്ഷെ അടിപൊളി സൺസ്ക്രീൻ ആണ്. ഇത്രയുമാണ് ഞാൻ മാറി ഉപയോഗിക്കാറുള്ള സൺസ്ക്രീൻ. ആൻഡ് സൺസ്ക്രീൻസ് ഒരു ഇഫ് യു ആർ സ്വെറ്റിംഗ് എ ലോട്ട്, അതൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോകും. അതർവൈസ് ഓൾസോ ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും സൺസ്ക്രീൻ നമ്മൾ റീഅപ്ലൈ ചെയ്യണം, ഇഫ് യു ആർ ഔട്ട്സൈഡ് ഓർ വെദർ യു ആർ ഇൻഡോഴ്സ്. അപ്പൊ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് 2 പ്രോഡക്ട്സ് ആണ്. Rather one product but 2
പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ്. അതായത് ഞാനൊരു സ്പ്രേ സൺസ്ക്രീൻ ആണ് ഈ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. ചിലർ പൗഡർ യൂസ് ചെയ്യും, ഈ പൗഡറിൽ തന്നെ SPF ഉള്ളത് യൂസ് ചെയ്യും. ചിലർ ക്രീം തന്നെ യൂസ് ചെയ്യും, ചിലർ സ്റ്റിക്ക് യൂസ് ചെയ്യും. എനിക്ക് ഈ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഐ ഹാവ് എ പ്രോബ്ലം, ബിക്കോസ് നമ്മുടെ മുഖത്ത് നിറച്ചും സ്വെറ്റ് അല്ലേ. സ്വെറ്റ് ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സ്റ്റിക്ക് ഓപ്പൺ ചെയ്യുന്നു, ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ സ്റ്റിക്ക് എങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്കും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ ഒക്കെ അതിൽ കാണത്തില്ലെന്ന്. സോ ഐ യൂസ് ടു സ്പ്രേ റബ്ബിംഗ് ആൽക്കഹോൾ ബിഫോർ ദി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പം അങ്ങനെ ഒരു ഭയങ്കര മെസ്സി അഫെയർ ആയിരുന്നു. സോ ഞാനപ്പം നല്ലൊരു സ്പ്രേ സൺസ്ക്രീൻ നോക്കി ഇരുന്നപ്പോഴാണ് 52 Sun Days എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്റെ സ്പ്രേ സൺസ്ക്രീൻ ഞാൻ പരിചയപ്പെടുന്നത്. ഐ സോ ഇറ്റ് സംവെയർ. സോ ദിസ് ഇസ് എൻ SPF 50+, UVA, UVB, PA++++ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ. ക്ലിയർ ഗ്ലോ SPF മിസ്റ്റ് ആണ്. സോ യു ജസ്റ്റ് സ്പ്രേ ലൈക്ക് ദിസ് and you're done. So you can just push it into your skin. ശരിക്കും ഇതിനൊരു റോസ് വാട്ടറിൻ്റെയോ ഒരു ടോണറിൻ്റെയോ ഒക്കെ ഒരു മണമുള്ള കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫ്രഷ് ആവുകയും ചെയ്യും. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ ഒക്കെ ഐ അപ്ലൈ ദിസ് every 2 to 3 hours. I have another recommendation for the same sunscreen spray. This is from Happier Sundays. ഇതും SPF 50 PA++++ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ദിസ് ഓൾസോ യു ജസ്റ്റ് ഓപ്പൺ ആൻഡ് അപ്ലൈ. സോ ദിസ് ഹസ് ഗോട്ട് ഒരു കളർ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് പുഷ് ഇറ്റ് ഇൻ യുവർ സ്കിൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. ഞാൻ കയ്യിലൊക്കെ ഇടാറുണ്ട് പുറത്ത് പോകുമ്പോൾ. ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ദ ഓൺലി തിങ് ഇസ് മേക്ക് ഷുവർ ദാറ്റ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സൺസ്ക്രീൻ ഇസ് ഇൻ ക്രീം ഫോമാറ്റ്, ബിക്കോസ് നമ്മുടെ സൺസ്ക്രീൻ ഇറ്റ് ഹാസ് ഗോട്ട് ടു സിറ്റ് ഓൺ യുവർ ഫേസ് ആൻഡ് ഗിവ് യു ദാറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ദ വെരി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സൺസ്ക്രീൻ ദാറ്റ് യു ഡു ഓൺ യുവർ ഫേസ് ഷുഡ് ബി cream based. അത് കഴിഞ്ഞ് further you can use a stick if that is what is convenient for you. Otherwise you can use a spray or a powder. I would recommend a spray anytime, കാരണം എനിക്ക് നല്ല ഫ്രഷ് ആവും. ഈ എൻ്റെ സ്കിന്നിനെ സ്വെറ്റി ആയിട്ടുള്ള സ്കിന്നിനെ അത് ടച്ച് ചെയ്യുന്നില്ല അങ്ങനെ. സോ ദ വീഡിയോ ഇസ് കമ്മിങ് ടുവേർഡ്സ് ആൻ എൻഡ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വാങ്ങണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് എങ്കിൽ I hope this helps you. I hope this video helps you to choose a sunscreen and apply it daily. So thank you for watching, and please leave your comment as to whether this video has been helpful.